വിമാനത്താവളങ്ങളിലെ കരാർ തൊഴിലാളികളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. ദിവസം 16 മണിക്കൂർ വരെ ഇവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. കൂടുതൽ തൊഴിൽ സമയത്തിന് പുറമെ CISF പരിശോധനയ്ക്ക് ശേഷമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണത്തിനുള്ള സമയം പോലും അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ അമിതവില നൽകി വിമാനത്താവളത്തിനകത്തുനിന്നു തന്നെ ഭക്ഷണം വാങ്ങണം. ചില അവസരങ്ങളിൽ ലോഞ്ചുകളിൽ മദ്യം വിളമ്പുന്നതിന് വരെ കരാർ അടിസ്ഥാനത്തിലുള്ള വനിതാ തൊഴിലാളികളെ ഉപയോഗിക്കുന്നു. തുച്ഛവരുമാനക്കാരായ കരാർ തൊഴിലാളികൾ പരാതിപ്പെടാൻ തയ്യാറാകാതിരുന്നതും ചൂഷണം വളരാൻ കാരണമായതായി എ സമ്പത്ത് പറഞ്ഞു. നിശ്ചയമായും ഇത് പാർലമെന്റ് സമ്മേളനത്തിൽ ഇക്കാര്യം ഉന്നയിക്കും. കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രിക്കും, കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിക്കും, കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കും ഇക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ എൻ്റെ പരാതി ഞാൻ അയച്ചിട്ടുണ്ട്. കരാർ തൊഴിലാളിയായ ഒരു പെൺകുട്ടിയാണ് പേര് വെളിപ്പെടുത്തരുതെന്ന നിർബന്ധത്തോടെ ആദ്യം ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണവും വിലയും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സിവിൽ വ്യോമയാനം, തൊഴിൽ, ഭക്ഷ്യ മന്ത്രാലയങ്ങൾക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എ സമ്പത്ത് കൂട്ടിച്ചേർത്തു. മീഡിയ 1, ഡൽഹി.